ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കുറച്ചു നാളായുള്ള വേദനയോ തടിപ്പോ അല്ലെങ്കിൽ ഒരു മുഴയോ ഓർത്ത് ആരോടും പറയാൻ പറ്റാതെ ഡോക്ടറിനെ കാണാൻ പേടിയായിട്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് അത് ഒരുപക്ഷെ ക്യാൻസർ ആയിരിക്കുമോ എന്ന് വരെ ചിന്തിച്ച് അതിനുശേഷം ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, ഇത് അതിൻ്റെ ഒന്നും ലക്ഷണമല്ല, വളരെ നോർമലായിട്ട് ശരീരത്തുണ്ടാവുന്ന ഒരു വേദനയോ അല്ലെങ്കിൽ തടിപ്പോ മാത്രമാണ്, പേടിക്കാനില്ല എന്ന് ഡോക്ടർ പറയുകയും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എവിടെയെങ്കിലും ദൂരയാത്ര പോകാനായിട്ട് നിങ്ങൾ യാത്ര പുറപ്പെട്ട ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അയ്യോ വീട് പൂട്ടിയായിരുന്നോ, AC ഓഫാക്കിയോ, ലൈറ്റ് ഓഫാക്കിയോ, ഹെയർ സ്ട്രെയിറ്റ്നർ ഓഫാക്കിയോ, മോട്ടോർ ഓഫാക്കിയോ, വാട്ടർ ഹീറ്റർ ഓഫാക്കിയോ. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും ആ യാത്രയിലുടനീളം അതിനെപ്പറ്റി ചിന്തിക്കുകയും തിരിച്ച് വീട്ടിൽ വന്ന് കാര്യങ്ങൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കുന്നത് വരെ ടെൻഷൻ അടിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? ഈ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളിലും 99% സിറ്റുവേഷനിലും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലായിരുന്നു. എല്ലാം സേഫാണ്, യാതൊരു നെഗറ്റീവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം ഉണ്ടായെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ട എല്ലാ വേദനകളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാം നിങ്ങൾ അനുഭവിച്ചു, അല്ലേ? ശരിക്കും എത്രയോ വലിയ ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയുമൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ടത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ എല്ലാം അനുഭവിക്കേണ്ടിയും വന്നു. അതെ, ഇന്നത്തെ നമ്മുടെ വിഷയം ചിന്തകൾ തന്നെയാണ്. ചിന്തകൾ ഒരിക്കലും മോശമായിട്ടുള്ളൊരു കാര്യമല്ല, മറിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. മഹാന്മാരായ എഴുത്തുകാരും സയന്റിസ്റ്റുകളും ഒക്കെ വലിയ ചിന്തകരായിരുന്നു. എന്തിന്? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, പല സൗകര്യങ്ങളും, പല ആഡംബരങ്ങളും എല്ലാം ആരൊക്കെയോ ഒരുപാട് ചിന്തിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവരൊക്കെ ഇത്രയും ചിന്തിക്കാൻ മെനക്കെട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും സുഖമായിട്ട് നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ സാധിക്കണമെന്നില്ലായിരുന്നു, അല്ലേ? അപ്പോൾ ആ ആളുകൾ ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ മഹാന്മാർ ചിന്തിച്ചപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായി, നമ്മൾ ചിന്തിച്ചപ്പോൾ നെഗറ്റീവ് റിസൾട്ടും. എവിടെയാണ് ചിന്തകളുടെ കാര്യത്തിൽ ഈ പാളിച്ചകൾ ഉണ്ടാകുന്നത്? നമുക്കൊന്ന് നോക്കാം. പ്രശ്നങ്ങൾ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. പ്രശ്നമില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്? സാധാരണഗതിയിൽ ഒരു വ്യക്തി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രശ്നം എങ്ങനെയാണ് ഇനി എന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ വന്നു, ആ ഒരു സംഭവം ഉണ്ടായി, ഇനി അതിൻ്റെ ഫലമായിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, അവരത് പറയും, ഇവരിത് പറയും, ഇന്ന കാര്യങ്ങളെല്ലാം വരും, എൻ്റെ ജീവിതം തീർന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് നോർമലായിട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കുക. ഒരു പ്രശ്നം സംഭവിച്ചു, എന്തായാലും അത് സംഭവിച്ചു, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതുണ്ടായി. ഇനി ചിന്തിക്കേണ്ടത് ഈ ഒരു കാര്യം എന്നെ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള പ്രിയപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഏറ്റവും കുറച്ച് ബാധിക്കുന്നതിനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കുക. ഇയാൾ എന്താണ് ഈ പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും 99 അല്ലെങ്കിൽ 90% കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ശരീരത്തിലുണ്ടാകുന്ന വേദനയുടെ കാര്യവും അതുപോലെ തന്നെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ടെൻഷനും, ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള നെഗറ്റീവ് ചിന്ത എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യവുമാണ്. പ്രാക്ടീസിലൂടെ, നിരന്തര പരിശ്രമത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ കാര്യം, ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടത് അവ ഏറ്റവും മോശമായിട്ട് എന്നെ ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നല്ല, അത് ഏത് കാര്യമായാലും അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും കുറച്ച് എന്നെ ബാധിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് മറ്റുള്ളവരെ ബാധിക്കുന്നതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. സാധിക്കും. എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. റോഡിൽ ആക്സിഡന്റുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള ആളുകളെ അവിടെ കാണാം. ഒരു കൂട്ടം ആളുകൾ അവിടെ അതിന് ചുറ്റും കൂടി നിൽക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, അതിന് ചുറ്റും കൂടി നിൽക്കും. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ ഫോണിൽ വീഡിയോയോ ഫോട്ടോയോ എടുക്കും. മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാർ ആ ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണമായ കാര്യത്തെ അല്ലെങ്കിൽ ആ വണ്ടി ഓടിച്ച ആളെ അല്ലെങ്കിൽ ഓവർ സ്പീഡ് ആയിരുന്നു, അവൻ അങ്ങനെ വരണം, അയാൾക്കത് കിട്ടേണ്ടതായിരുന്നു, ഇങ്ങനെയുള്ള കുറെ കമന്റുകൾ പറഞ്ഞ് കുറെ ആളുകൾ അവിടെ ഉണ്ടാവും. വേറെ കുറച്ച് ആൾക്കാർ മറ്റൊന്നിനെ പറ്റി കൂടുതൽ ചിന്തിക്കില്ല. ഈ ആക്സിഡന്റ് പറ്റിയ ആൾക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്യാനുള്ളത്, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വെള്ളമോ അല്ലെങ്കിൽ എന്ത് സഹായമാണ് അവർക്ക് ചെയ്യേണ്ടത് വേണ്ടത് എന്ന് അന്വേഷിക്കുകയും കൃത്യമായി അത് ചെയ്യുന്ന ആൾക്കാരാണ് നാലാമത്തെ കാറ്റഗറി. അപ്പോൾ ചിന്തകളും ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളും പല രീതിയിലാണ്. ഏത് കാര്യം എടുത്താലും
100% എല്ലാ ആൾക്കാർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ചിന്ത അല്ലെങ്കിൽ ഒരു തീരുമാനം ഇല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏത് സംഭവം നോക്കിക്കഴിഞ്ഞാലും അതിലെ ആ ഒരു കാര്യത്തിന്റെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആളുകൾ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഏത് നല്ല കാര്യം ആണെങ്കിലും എത്ര മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടും ആൾക്കാർ അവിടെ കമന്റ് ഇടുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം ചിന്തകളിലുള്ള വ്യത്യാസമാണ് ആളുകളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനും കമന്റ് ഇടുന്നതിനും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കേണ്ടത് മറ്റുള്ളവർക്ക് ദോഷകരമല്ലാതെ നമുക്ക് ദോഷകരമല്ലാതെ ആർക്കെങ്കിലും പ്രയോജനം കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇനി മുതൽ ഓരോ ഇൻസിഡന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ടുകൾ അങ്ങേയറ്റം മോശമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിന് ബ്രേക്ക് ഇടുകയും നല്ല രീതിയിൽ ഈ കാര്യം സോൾവ് ആകുന്നതിന് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്